ഞാൻ ഈ അപ്പച്ചനെ കാണുന്നില്ല, വേറൊരു അങ്കിളാണ് എന്നെ ഈ അപ്പച്ചനോട് കണക്ട് ചെയ്യുന്നത്. ദാവീദ് ഒരു ട്രെയിനിങ്ങിന് പോയിട്ടില്ല. ഒരു സ്ഥലത്ത് ഒരിക്കലും ഒരു അർദ്ധരാത്രി ഒരു ചെറുപ്പക്കാരനെ കയറ്റി താമസിപ്പിക്കേണ്ട ആവശ്യമില്ല അവർക്ക്. ചായ ചോദിച്ചാൽ ചായ തന്നാ പോരെ. ബോണസ് കിട്ടി. ബോണസ് അധികം പേടിച്ച മൈക്കെടുത്ത് സംസാരിച്ച് തുടങ്ങിയപ്പോഴേ ആ റൂമിന്റെ അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ മാറുന്നത് ഞാൻ കണ്ടോളൂ. മനുഷ്യരെ ആരെയല്ല പറ്റിക്കുന്നത്, നമുക്ക് ജീവൻ തന്ന ദൈവത്തെ പറ്റിക്കുന്നത്. എല്ലാ ചർച്ചും അല്ല, ചില പർട്ടിക്കുലർ ചർച്ച. ഹലോ ഗായ്സ്, വെൽക്കം ടു മലയാളം ക്രിസ്ത്യൻ പോഡ്കാസ്റ്റ് ഓർ ക്രിസ്ത്യൻ പോഡ്കാസ്റ്റ് വിത്ത് ലയണൽ. ഇന്ന് ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത് ഹീസ് മൈ ബ്രദർ, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഡാനിയൽ ദാസ്. വെൽക്കം ഡാനിയൽ ദാസ്, വെൽക്കം. എന്താണ് പരിപാടി? ഞാനിങ്ങനെ ഒത്തിരി ഫോർമലായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തോ പോലെ ഫോർമൽ നൈസ്. ദെൻ ഇങ്ങനൊരു പരിപാടി നമുക്ക് കുറച്ച് ടൈമായിട്ട് നമ്മുടെ മനസ്സിൽ പ്ലാൻ ആയിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ ഇൻസ്റ്റയിൽ ലൈവ് ചെയ്യുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഈവെൻറ്റിൽ വെച്ച് കണ്ടുമുട്ടുന്ന മറ്റു പലരും നമ്മളോട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസിന് ഈ പറഞ്ഞ പോലെ ആൻസർ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു പരിപാടി അത് ചെയ്യാൻ പറ്റുന്നതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ ഞങ്ങൾ ഒത്തിരി നാളുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഇങ്ങനെ ഒരു ഓപ്പൺ ഒരു പ്ലാറ്റ്ഫോം, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും ഷെയർ ചെയ്യാനും ആയിട്ടുള്ളൊരു സ്പേസ്. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ കറക്റ്റ് ടൈമാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. സോ ഇനിയും കൂടുതൽ എപ്പിസോഡ്സ് വരും, ചിലപ്പോൾ ചില പർട്ടിക്കുലർ ടോപ്പിക്കായിട്ട് വരും. സോ ഡാനി, എന്തൊക്കെയാണ് പരിപാടീസ്? ഇങ്ങനെ ജോബ്, പിന്നെ മിനിസ്ട്രി അങ്ങനെ റൺ ചെയ്യണം. എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യം, അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ ഡാനിയോടുകൂടെ ചോദിക്കാം. എങ്ങനെയാണ് ഈ ജോബും ജോലിയും മിനിസ്ട്രിയും സ്പിരിച്വൽ ലൈഫും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ആക്ച്വലി എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. അതിന് ഇതൊരു 100% സക്സസ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു പരിപാടിയാണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ഞാൻ പറയുന്നത്. അത് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഒരു പ്ലാൻ അതിപ്പോൾ ലാനലിൻ്റെ ലൈഫിലോട്ട് വരുമ്പം എങ്ങനെ അത് ആപ്റ്റാവും, എങ്ങനെ നീ അത് വർക്കൗട്ട് ചെയ്തെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് എൻ്റെ ലൈഫിൽ അത് ഒരു സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യുന്നൊരു പരിപാടിയാണ്. ബൈബിളിലൊരു വാക്യം പറയുന്നുണ്ട്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. സോ ഞാൻ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കിയത്, ആ വാക്യം ബൈബിളിൽ പറയുന്നത് സുവിശേഷത്തിലാണ്, മത്തായി സുവിശേഷത്തിലാണ് ആ വാക്യത്തെക്കുറിച്ച് പറയുന്നത്. സോ ആ വാക്യത്തിൻ്റെ മുകളിലോട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന രീതിയിൽ വസ്ത്രത്തിനായി അധ്വാനിക്കുന്നു, ഭക്ഷണത്തിനായി അധ്വാനിക്കുന്നു, അങ്ങനെ എല്ലാം പറഞ്ഞ് അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പം അവിടെ ഒരു ഫുൾഫിൽ ആവാത്ത ഒരു രീതിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളൊരു വാക്യമാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. സോ നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ ജോബിനൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ പോലും ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുത്താൽ, അത് നമ്മുടെ ലൈഫിൽ ഏത് കാര്യം ആയിക്കൊള്ളട്ടെ, അതിൻ്റെയൊക്കെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞ് ദൈവത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം അപ്പോൾ തിരുവചനം പറയുന്ന പോലെ ഞാൻ മുമ്പ് എന്ത് ചെയ്യുക, ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുക, ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുക ഞാൻ. സോ എനിക്ക് തോന്നുന്നൊരു കാര്യം, ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമെന്ന് ദൈവത്തിന് ഉറപ്പായി കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി നിൽക്കും. എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യുന്ന ഒരു പരിപാടിയെക്കുറിച്ചാണ് പറയുന്നത്. ബട്ട് അതിനകത്താണെങ്കിലും ഈ പറഞ്ഞ പോലെ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പെയിനുണ്ട്, സ്ട്രഗിൾസ് ഉണ്ട്. ബട്ട് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്, അതിനകത്തും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ പലരും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. സോ എനിക്കിപ്പോൾ അവരോടും ഈ മീഡിയയിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. സോ അതല്ലാതെ നമുക്കൊരു സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊരു ദിവസം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ ബില്ല് പേ ചെയ്യുന്ന ടൈമിൽ നിന്നപ്പോൾ
എൻ്റെ കൂടെ ഒരു അച്ചാച്ചനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ അടുത്ത്, എടാ നമ്മൾ ഒരിക്കലും രണ്ട് വ്യക്തിത്വമുള്ളവരാവരുത്. കാരണം നമ്മുടെ ചർച്ചിലെ ആൾക്കാർ നമ്മളെ കാണുമ്പോൾ നമ്മൾ ഒരാളും, നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കോളേജ് ഫ്രണ്ട്സ് അവരെ കാണുമ്പോൾ നമ്മൾ മറ്റൊരാളും. അപ്പോൾ ആ ഒരു രണ്ട് വ്യക്തിത്വം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം കൂടുതൽ നമ്മൾ ചർച്ചിൽ പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ചിലപ്പോൾ ചർച്ചിലെ ആൾക്കാർ നോക്കുന്ന ഒരു ലാണൽ വേറൊരു ലാണലായിരിക്കും. അവർ കാണുന്ന ലാണലായിരിക്കത്തില്ല ചിലപ്പോൾ +2 പഠിച്ചിട്ടുള്ള ലാണൽ, ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ലാണൽ. അപ്പോൾ എനിക്ക് അന്ന് കിട്ടിയ ഒരു അറിവെന്ന് വേണമെങ്കിൽ പറയാം. കാരണം രണ്ട് വ്യക്തിത്വം നമുക്ക് പാടില്ല. അല്ലെങ്കിൽ രണ്ട് വ്യക്തിത്വം ഇല്ലെങ്കിൽ ചിലപ്പോൾ ജോലിയിൽ നിൽക്കുന്ന ലാണലാണോ ആ ലാണൽ തന്നെ ആയിരിക്കണം ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ള ലാണൽ, അല്ലെങ്കിൽ ചർച്ചിലുള്ള ലാണൽ തന്നെ ആയിരിക്കണം +2 ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഉള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ള ലാണൽ. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു കാര്യം സ്പിരിച്വൽ അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ചിന്ത എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. ഇപ്പം എൻ്റെ ലൈഫിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മന്ത്ലി ഏറ്റവും കൂടുതൽ ഷെഡ്യൂളായി കിടക്കുന്ന ഒരു പരിപാടി സൺഡേ. ഞാൻ പോകുന്ന ചർച്ചിൽ, മിനിസ്ട്രിക്ക് നിൽക്കുന്ന ചർച്ചിൽ എനിക്ക് ഷെഡ്യൂളായിട്ടുള്ളത് സൺഡേസ് ആണ്. സോ സൺഡേസ് ഞാൻ ഭയങ്കര ബിസിയാണ്. അപ്പം ഞാൻ തുടങ്ങിയ മിനിസ്ട്രിക്കൊക്കെ വന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന ഒരു കാര്യം, ഞാൻ ഈ സൺഡേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുമായിരുന്നു. സൺഡേക്ക് വേണ്ടി പ്രിപ്പയർ ആവാനായിട്ട് മേ ബി ഞാനൊരു വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആ ഡേയ്സിലായിരിക്കും മേ ബി സൺഡേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്നത്. പക്ഷേ കുറച്ച് നാളിങ്ങനെ റൺ ചെയ്ത് വന്നു കഴിഞ്ഞപ്പം എനിക്ക് ആ ഒരു ഡേയ്സ് അങ്ങ് മിസ്സാവാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഈ സൺഡേക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്ന ആ ഡേയ്സ് അങ്ങ് മിസ്സാവാൻ തുടങ്ങി. അത് എൻ്റെ ഒന്നെങ്കിൽ ജോബിൽ എന്തെങ്കിലും ഷെഡ്യൂൾസ്, എന്തെങ്കിലും പ്ലാൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകുന്ന എന്തെങ്കിലും തിരക്കുകളായിരിക്കാം. അപ്പോൾ ഞാൻ അതിനകത്ത് ചിന്തിച്ചെടുത്തൊരു കാര്യമാണ് ഈ പറഞ്ഞൊരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സൺഡേ എന്നുള്ളൊരു ദിവസത്തെ മാറ്റിയിട്ട് എനിക്ക് എൻ്റെ ലൈഫ് ലോങ് മിനിസ്ട്രിയാണ്, എൻ്റെ ലൈഫ് മിനിസ്ട്രിയാണ് എന്നൊരു ചിന്ത ഞാൻ എൻ്റെ മനസ്സിൽ എടുത്ത് അതിനെ എല്ലാ ദിവസവും എനിക്ക് മിനിസ്ട്രി ഉണ്ടെന്ന് ഞാൻ അങ്ങ് പ്ലാൻ ആക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനിപ്പോൾ എന്ത് കാര്യം ചെയ്താലും ഇപ്പോൾ വീട്ടിൽ ലൈക്ക് കുക്ക് ചെയ്യുന്ന സമയം പോലും ആണെങ്കിൽ മേ ബി ഞാൻ ഒറ്റയ്ക്കായിരിക്കും. എനിക്കൊരു സിസ്റ്ററുണ്ട്, പപ്പയുണ്ട്. പപ്പ ഓഫീസിൽ പോയാൽ പിന്നെ സിസ്റ്റർ ക്ലാസ്സിന് പോകും, പിന്നെ ഞാനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ പ്രാർത്ഥിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വർഷിപ്പ് ചെയ്യുമായിരിക്കും. അങ്ങനെ ഞാൻ എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരു 3 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണക്ഷൻ റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഗ്യാപ്പിലെ അകലാവും. ലൈക്ക് നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ദൈവത്തോട് എപ്പോഴും സംസാരിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ എപ്പോഴും ഒരു ഹെവൻലി കണക്ഷൻ കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അത് ഒരു 3 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ റീസ്റ്റോർ ചെയ്യാൻ പറ്റാവുന്ന ആ ഒരു ടൈം ഗ്യാപ്പിലെ അകലാൻ പാടത്തുള്ളൂ. അത് കൂടുതൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ആരും എൻ്റെ ലൈഫിൽ ഞാനങ്ങ് എന്താ പറയുക അതങ്ങ് കണ്ടിന്യൂസ് ഒന്ന് റൺ ചെയ്യിക്കാൻ തുടങ്ങി. അതെൻ്റെ ലൈഫിൽ ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ഞങ്ങളെ അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഞാനും ഡാനി നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പക്ഷെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഞാൻ അവനെ ഡാനി എന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾ ഫേക്ക് ചെയ്തൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യല്ല. സോ നമ്മൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഫോർമാലിറ്റിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡാനിയോട് ചോദിക്കുന്ന ചോദ്യം, സോ ഡാനിക്ക് വന്ന ആ ഒരു റിയലൈസേഷൻ, അല്ലെങ്കിൽ ഞാൻ മിനിസ്ട്രി ചെയ്യാൻ പോവുകയാണെന്നുള്ള ഒരു റിയലൈസേഷൻ, അത് എങ്ങനെയായിരുന്നു? ഞാൻ ജനിച്ചത് ഒരു പാസ്റ്റർ മകനായിട്ടാണ്. ഞാനും. അപ്പം PK's assemble here. Pastor's kid. Yes. അപ്പോൾ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ വീട്ടിൽ കാണുന്ന ഒരു കാര്യം മിനിസ്ട്രിയാണ്. ഫാസ്റ്റിംഗ് പ്രയർ, മന്ത്ലി പ്രയർ, സൺഡേസ്,
പിന്നെ അത് കൂടാതെ പപ്പയ്ക്ക് ഒരു മ്യൂസിക് ടീം ഉണ്ടായിരുന്നു, നവജീവൻ സിംഗേഴ്സ് എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ഓർഫനേജ് ഉണ്ടായിരുന്നു. സോ ഇവിടെയൊക്കെ ഞാനിങ്ങനെ വളർന്നു വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓർഫനേജ് ഉണ്ടായിരുന്നു. കൃപയാൽ ഞാനും എന്താ പറയുക, എൻ്റെ വീട്ടിൽ വലിയൊരു ഗ്യാങ്ങിൻ്റെ ഒപ്പം ഞാൻ വളർന്നത്. അപ്പം ഞാൻ അവിടെ എൻ്റെ വളർന്നു വരുന്ന കാലഘട്ടം മുഴുവൻ ഞാൻ കാണുന്നത് മിനിസ്ട്രിയാണ്. അപ്പോൾ ഈ മിനിസ്ട്രി എൻ്റെ പപ്പ ചെയ്യുന്നത് കണ്ടാണ് എനിക്ക് ആവേശം ഉണ്ടാവുന്നത്. പിന്നെ അതിൽ നിന്നാണ് ഞാൻ മിനിസ്ട്രിയിലോട്ട് വരുന്നത്. എൻ്റെ പപ്പ സ്റ്റേജിൽ പാടുന്നത് കണ്ടാണ് എനിക്ക് പാടണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള റീസ്റ്റോറേഷനകത്ത് ഞാൻ കർത്താവിനോട് ചോദിച്ച് മേടിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് പാടണം, എനിക്ക് മിനിസ്ട്രി ചെയ്യണമെന്ന് ഞാൻ കർത്താവിനോട്, ഒരിക്കലും ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടില്ല, കർത്താവ് ഞാൻ ഒരു പാട്ടുകാരനാവണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് നിൻ്റെ വേല ചെയ്യണം, അത് എന്തും ആയിക്കൊള്ളട്ടെ, എനിക്ക് നിൻ്റെ വേല ചെയ്യണം, മിനിസ്ട്രി എന്തും ആയിക്കൊള്ളട്ടെ അതെനിക്ക് ചെയ്യണം. കാരണം അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ എനിക്കൊരു താലന്ത് തന്ന ഇവിടെ ആക്കി വെച്ചത് കർത്താവാണ്. അത് ഞാൻ റിയലൈസ് ചെയ്ത സമയം മുതൽ എടുത്തൊരു തീരുമാനമായിരുന്നു, എനിക്ക് മിനിസ്ട്രി ചെയ്യണം. കർത്താവ് ഭൂമിയിൽ വന്നത് ആരോടും നീ പോയി വേല ചെയ്യ്, അങ്ങനെ ഒരു കോർപ്പറേറ്റ് കമ്പനികൾ പറയുന്ന പോലെ സംസാരിക്കാനൊന്നും ആയിരുന്നില്ല. കർത്താവ് ഭൂമിയിൽ വന്നത് ശുശ്രൂഷ ചെയ്യുവാൻ വന്നതായിരുന്നു. സോ ഇതൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെയുള്ള കമ്മിങ് ഡേയ്സിൽ പപ്പ കാണിച്ചു തന്ന പാതയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ച് എൻ്റെ ലൈഫിൽ മിനിസ്ട്രി ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായി. പ്രാർത്ഥിച്ചു ദൈവത്തോട്, ഒത്തിരി ടൈം പ്രാർത്ഥിച്ചായിട്ടുണ്ട്, പല രാത്രികൾ. എനിക്ക് അറിയത്തില്ല, ഇപ്പോൾ നിങ്ങൾ ലൈവിൽ കാണുന്ന ആരെങ്കിലാണ് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലാണെന്നുണ്ടെങ്കിൽ മിനിസ്ട്രി ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ബ്രേക്ക് ഡൗൺസ് ലൈഫ് വന്നാൽ പോലും നിങ്ങൾ മിനിസ്ട്രിക്ക് വേണ്ടി എടുത്തേക്കുന്ന തീരുമാനം ഒരിക്കലും കളയരുത്. കാരണം നിങ്ങളെ ഇപ്പം ലൈനിലാണെങ്കിൽ പോലും നിന്നെ ട്രസ്റ്റ് ചെയ്ത് ദൈവം നിൻ്റെ മേലൊരു താഴ്ന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ നമ്മളത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരെ ആരെയല്ല പറ്റിക്കുന്നത്, നമുക്ക് ജീവൻ തന്ന ദൈവത്തെ പറ്റിക്കുന്നത്. സോ ഒരു കാരണവശാലും മിനിസ്ട്രിയോടൊരു കോംപ്രമൈസ് ഇല്ലാത്തൊരു ലൈഫ് റൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ കോളിങ്, നമ്മുടെ മിനിസ്ട്രി, അത് മെയിൻ ഒരു കാര്യമാണ്. നമ്മൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും പെട്ടെന്ന് മിനിസ്ട്രി എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങുമ്പോൾ ഒറ്റ കാര്യം പറയാം, എവ്രി ഗുഡ് തിങ് ഈസ് നോട്ട് എ ഗോഡ് തിങ്. അറ്റ് ദ സെയിം ടൈം എവ്രി ഗോഡ് തിങ് ഈസ് നോട്ട് എ ഗുഡ് തിങ്. നിങ്ങൾ മിനിസ്ട്രിയിൽ ഇറങ്ങുമ്പോൾ ദൈവം നോക്കുന്നത് നിങ്ങളുടെ ഒബീഡിയൻസ് ആണ്, ഒരിക്കലും നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല. അപ്പോൾ മിനിസ്ട്രി എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു ബിഗർ വർഷിപ്പ് ലീഡേഴ്സും പാസ്റ്റേഴ്സുമല്ല ഒരു പ്ലാറ്റ്ഫോംസ് ആയിരിക്കത്തില്ല മിനിസ്ട്രി എന്ന് പറയുന്നത്. എടാ ഞാൻ US നിന്ന് വരുന്നതിന് മുമ്പ് ഞാൻ ന്യൂയോർക്കിൽ ഒരു അപ്പച്ചൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അപ്പച്ചനെ എനിക്ക് അവിടെ താമസം ഒരുക്കി തന്നത്. അപ്പോൾ അപ്പച്ചൻ്റെ വീട്ടിൽ അപ്പോൾ ഞാൻ ഈ അപ്പച്ചനെ കാണുന്നില്ല, വേറൊരു അങ്കിളാണ് എന്നെ ഈ അപ്പച്ചനോട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഫോൺ ത്രൂ അപ്പച്ചനോട് സംസാരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അപ്പച്ചനെ അറിയത്തില്ല. ഞാൻ ലാൻഡ് ചെയ്തു, ഞാൻ അപ്പച്ചനെ വിളിച്ചു, അങ്കിളെ ഞാൻ ഇതുപോലെ ഓൺ ദ വേ ആണ്. അപ്പോൾ ഞാൻ അങ്കിളുടെ വീട്ടിൽ എന്നെ വേറൊരു അങ്കിൾ ഡ്രോപ്പ് ചെയ്തു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ ഇതാണല്ലേ മോൻ. അപ്പോൾ ഞാൻ നേരിട്ട് ഫസ്റ്റ് ടൈമാണ് അങ്കിൾ എന്നെ കാണുന്നത്, ഞാൻ അങ്കിളിനെ കാണുന്നത്. അപ്പോൾ അത്രയും ഒരു ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവവേല ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇറ്റ്സ് പ്യൂർലി ബേസ്ഡ് ഓൺ ജീസസ്, അല്ലെങ്കിൽ അങ്ങനെ വേറൊരു മറ്റൊരു സ്ഥലത്ത് ഒരിക്കലും ഒരു അർദ്ധരാത്രി ഒരു ചെറുപ്പക്കാരനെ കയറ്റി താമസിപ്പിക്കേണ്ട ആവശ്യമില്ല അവർക്ക്. അപ്പോൾ അങ്കിളിൻ്റെ രണ്ടാമത്തെ ഫ്ലോറിലോട്ട് എന്നെ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടെ ഒരു പാസ്റ്ററിന്റെ മോൻ ഓൾറെഡി കിടന്നുറങ്ങുക, മറ്റൊരു പാസ്റ്ററിന്റെ മോൻ. അപ്പോൾ അദ്ദേഹവും US ഇതുപോലെ തന്നെ മിനിസ്ട്രിക്ക് വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം ചായ കുടിച്ചുകൊണ്ടിരുന്ന പ്രസരമായിട്ട് ഈ അങ്കിളിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, പുള്ളി വിളിച്ച് പറഞ്ഞു ഇതുപോലെ ഒരു പാസ്റ്ററിന്റെ മോനോട് വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഓ അടുത്ത ലഗേജും വരുന്നുണ്ടല്ലേ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരു അത് അവരുടെ ഒരു മിനിസ്ട്രിയാണ്.
ഇങ്ങനെ ദേവദാസന്മാർ വരുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്ത് ദൈവനാമത്തിന് വേണ്ടിയിട്ട് എന്താ അവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ എനിക്കൊരു ഓർമ്മ വന്നായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഔട്ട്റീച്ച് നടത്തിയ സമയത്ത് നീ അങ്ങ് പോയി, പിന്നെ ആ ഒരു ടൈമിൽ എനിക്ക് കുറേ മെസ്സേജുകൾ വന്നു. ബ്രോ ഇനി നെക്സ്റ്റ് ടൈം മിനിസ്ട്രി ചെയ്യുമ്പം, മിനിസ്ട്രിക്ക് പോകുമ്പം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം. ഔട്ട്റീച്ച് മാത്രമല്ല മിനിസ്ട്രി, ഉറപ്പായിട്ടും. ഇപ്പൊ ആ മിനിസ്ട്രിക്ക് പോകുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയാൽ നീ ആ മിനിസ്ട്രിക്കകത്ത് പങ്കാളിയാവുകയാണ്. ഉറപ്പായിട്ടും. ഏത് രീതിയിലുള്ള ഓക്കെ, ലൈക്ക് ബ്രോ മിനിസ്ട്രിക്ക് പോലെ ഒരു കുപ്പി വെള്ളം ഇരിക്കട്ടെ, അത് തന്നെ ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു മിനിസ്ട്രിയാണ്. ഡിഫറെന്റ് രീതിയിൽ. കഴിഞ്ഞ ദിവസം നമ്മള് അവിടെ പരസ്യം ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് 10 ചായയുടെ ഞാൻ ആ സാക്ഷ്യം 2 സ്ഥലത്ത് വേറെ പറഞ്ഞു. എനിക്കത് ഒത്തിരി കാര്യം, നീ അവിടെ നിന്നോണ്ട് എന്റെ ചിന്ത നീ ആ ഓഡിയൻസിന്റെ ശ്രദ്ധ പിടിച്ചെടുക്കണം എന്നുള്ളൊരു ആശയത്തോടെ നീ ആ ചേച്ചിനെ വിളിച്ച് പറഞ്ഞതാണെന്നുള്ളതാണ് എന്റെ ചിന്ത. പിന്നെ ചേച്ചി ചായ എടുത്ത് വെക്കുന്നത് കണ്ടപ്പോ എന്റെ കിളി പോയി. ദൈവമേ, ഇനി ചായ എനിക്കും ചായ വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവിടെ നിൽക്കുന്ന ഒരാള് വന്നിട്ട് അതിന് പേ ചെയ്യുമെന്നോ, അല്ലെങ്കിൽ അവിടെ നിന്ന് ചേച്ചി പറഞ്ഞത് 3 പേര് വന്ന് ഞങ്ങള് വേറൊരു കാര്യം ശ്രദ്ധിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായ മാത്രമേ പറഞ്ഞോളൂ. ഇത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ പേഴ്സണലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ കാര്യത്തിനകത്തേക്ക്. ചായ ചോദിച്ചാൽ ചായ തന്നാ പോരെ, ബോണസ് കിട്ടി. ബോണസ് അതാണ് ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഞാൻ ചെന്ന് കയറിയപ്പോ അവിടെ താമസിച്ച ആ മറ്റൊരു പാസ്റ്ററിന്റെ മോൻ, ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോ അവർ പറഞ്ഞു ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലാണ് ബ്രോ മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, നോർത്ത് ഇന്ത്യയിൽ ഓക്കെ, ഒത്തിരി യുവാസ്മാർ പോകുന്നതാ. ബ്രോ നോർത്ത് ഇന്ത്യയിൽ ഒരു റൂറൽ ഏരിയയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഓക്കെ, ഞങ്ങൾ അവിടുത്തെ ഭാഷ പഠിച്ച്, അവിടെ വേറെ ലാംഗ്വേജ് അവർ യൂസ് ചെയ്യുന്നത്, ആ ഭാഷ പഠിച്ചാണ് അവരോട് സുവിശേഷം അറിയിക്കുന്നത്. അപ്പോൾ എന്നിട്ട് മൂന്നാമതാവൻ പറഞ്ഞത് ഞങ്ങളെ വീട്ടിൽ കറണ്ട് ഇല്ല, അവിടെ ഫോണിന് റേഞ്ച് ഇല്ല. അപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഫോൺ കോൾസ് വരുന്നത്? അപ്പോൾ ഇവൻ പറഞ്ഞത് ബ്രോ ഒരു മലയുടെ മുകളിൽ മാത്രമേ ഉള്ളൂ റേഞ്ച്. അപ്പോൾ ഇവരുടെ ഫോണ് എടുത്ത് ആ മലയുടെ മുകളിൽ കൊണ്ടുവെക്കും. മലയുടെ മുകളിൽ കൊണ്ടുവച്ചിട്ട് രാത്രി വന്ന് ഇവർ കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ ഇവർ വീണ്ടും ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോഴത്തേക്ക് മലയുടെ മുകളിൽ പോയി ഫോൺ നോക്കും. ഫോണിൽ മിസ് കോൾസ് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു വിളിക്കും. വീണ്ടും ആ ഫോൺ അവിടെ വെച്ചിട്ട് ചാർജ് പോവുകയാണെങ്കിൽ, ചാർജ് കുറയുവാണെങ്കിൽ തിരിച്ചെടുത്തുകൊണ്ട് വന്ന് കുത്തിയിട്ട് ചാർജ് ആക്കിയിട്ട് വീണ്ടും മലയുടെ മുകളിൽ കൊണ്ടുവച്ച് ഫോൺ. അങ്ങനെയാണ് അവർ മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എവ്രി ഗോഡ്സ് കോളിംഗ് ഈസ് നോട്ട് എ ഗുഡ് തിങ്. ഐ മീൻ, ഞാൻ പറഞ്ഞത് വേറെ രീതിയിലല്ല. സ്ട്രഗിൾസ്, മിനിസ്ട്രി എന്ന് പറയുന്നത് സ്ട്രഗിൾസ് ഉണ്ടാവും. മിനിസ്ട്രി എന്ന് പറയുന്നത് ചില നേരത്ത് പണ്ടത്തെ അപ്പച്ചന്മാർ ചെയ്ത പോലെ അരമുറുക്കി കെട്ടി പ്രാർത്ഥിക്കേണ്ട സമയം കാണും. വിശ്വാസത്തിൻ്റെ എന്താ പറയുന്നത്, ലാസ്റ്റ് സ്റ്റെപ്പ് പോലും കാണാതെ ചവിട്ടിക്കയറാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻസ് വരും. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പപ്പായും ഒരു പാസ്സായതുകൊണ്ട് തന്നെ വീട്ടിൽ ഒത്തിരി സാഹചര്യങ്ങൾ അതുപോലെ കണ്ട് വളർന്നു വന്നതാണ് നമ്മളെല്ലാവരും, പാസ്റ്റേഴ്സിൻ്റെ മക്കളെല്ലാവരും. അപ്പോൾ പക്ഷേ മിനിസ്ട്രിക്ക് ഒരു കോളിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കോളിംഗ് എടുക്കുക. അറ്റ് ദ സെയിം ടൈം കോളിംഗ് ഇല്ലെങ്കിൽ എന്താണ് പറയുന്നത്, നിങ്ങളത് മനസ്സിലാക്കുക, പ്രാർത്ഥിക്കുക, നല്ലൊരു കോളിംഗ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പരിപാടി അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലൈക്ക് അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണമല്ല, ഒരു എക്സാമ്പിൾ പറയാം. ശൗവലിന്റെ കൂടെ ഉണ്ടായിരുന്ന യുദ്ധത്തിന് പോകാനുള്ള സൈന്യം തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. അവർക്ക് സൈന്യത്തിൽ ചേരാനായിട്ട് ആയുധ പരിശീലനമുണ്ട്, എല്ലാ കാര്യങ്ങളും. ലൈക്ക് ഒരു സൈന്യത്തിൽ ചേരാനുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ട്രെയിൻ ചെയ്താണ് അവരെ കൊണ്ടുവരുന്നത്. ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ആര് വരുന്നത്? ദാവീദ് ഫെലിസ്തീനെ കൊല്ലാൻ വേണ്ടി വരുന്നത്. ദാവീദ് ഒരു ട്രെയിനിങ്ങിന് പോയിട്ടില്ല, നല്ലൊരു യുദ്ധം അറ്റൻഡ് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല, അറിയത്തില്ല. ഇതൊന്നും അറിയാത്തൊരു സിറ്റുവേഷനിലേക്ക് ദാവീദ് വന്നിട്ട് ഫെലിസ്തീനെ കൊന്നു കളയുന്നുണ്ട്, ഫെലിസ്തീനെ തകർത്ത്. അപ്പം ഞാൻ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഒരു കോളിങ്
അനോയിന്റഡ് ആയിട്ടുള്ളൊരു കോളിങ് നമുക്ക് എപ്പോഴും വേണം. ഈ കോളിങ്ങിന്റെ പുറത്ത് വ്യാപരിക്കുന്ന ഈ അനോയിന്റിങ് ഉണ്ടല്ലോ, അത് ഭയങ്കര പവർഫുള്ളാണ്. കോളിങ് മാത്രം ഉണ്ടായാൽ പോരാ, അതിനകത്തൊരു അനോയിന്റിങ് ഉണ്ടാകും ഉറപ്പായിട്ടും. അനോയിന്റിങ് റൂം അറ്റ്മോസ്ഫിയർ മൊത്തം മാറ്റിമറിച്ചത് ഞാൻ എന്താ പറയുന്നത്, ലൈവ് ഇന്ന് ആ റൂമിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്ന, ഞാൻ എപ്പോഴും നോക്കിക്കാണുന്ന, ഒത്തിരി യങ്സ്റ്റേഴ്സിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ദേവദാസൻ, അദ്ദേഹം ആ സ്റ്റേജിലോട്ട് കയറി ആ മൈക്ക് എടുത്ത് സംസാരിച്ച് തുടങ്ങിയപ്പോഴേ ആ റൂമിൻ്റെ അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അദ്ദേഹം സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് അറ്റ്മോസ്ഫിയർ മാറണമെങ്കിൽ അതൊരു അനോയിന്റിങ് ആണ്. അവിടെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ കോളിംഗ്, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കോളിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കോളിങ്ങിനൊരു എന്താണ് യെസ് പറയണം. എന്നെ റാൻഡമായിട്ട് ഒരു അങ്കിൾ വിളിച്ചിട്ട്, പപ്പയുടെ ഒരു ഫ്രണ്ടാണ്, അങ്കിൾ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നമ്മളൊരു കോളിങ്ങിന് യെസ് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കോളിങ്ങിന് ദൈവം മറ്റൊരാളെ എഴുന്നേൽപ്പിക്കും. കാരണം ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട്. മോൻ ആ കോളിങ്ങിൽ റെഡി അല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് പോകുന്നത്, ഉറപ്പായിട്ടും ദൈവം മറ്റൊരാളെ ആ കോളിങ്ങിന് വേണ്ടിയിട്ട് എഴുന്നേൽപ്പിക്കും. തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റോറി പോലെ ഒരു കാര്യം ഇട്ടായിരുന്നു. യങ്സ്റ്റേഴ്സിന് കൂടുതലും ചോദിക്കാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ക്രിസ്ത്യൻ ലൈഫിനെ വെച്ചിട്ട് മറ്റാരോട് ഷെയർ ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചർച്ചിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മുതിർന്നവരോട് ചോദിക്കുമ്പോൾ എല്ലാ ചർച്ചും അല്ല, ചില പർട്ടിക്കുലർ ചർച്ച് മേ ബി നമ്മൾ വളരെയധികം പേടിച്ചാണ് പറയുന്നത്. ചിലപ്പോൾ ചില ചർച്ചിൽ ജഡ്ജ്മെന്റ് ഉണ്ടായേക്കാം, ചില അച്ഛന്മാർ അല്ലെങ്കിൽ ചില ചേച്ചിമാർ ചിലപ്പോൾ ജഡ്ജ് ചെയ്തേക്കാം, എന്താണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മാത്രമേ ഞങ്ങൾ ആൻസർ ചെയ്യാം. നമ്മുടെ ഒത്തിരി യങ്സ്റ്റേഴ്സ്, ഒത്തിരി കുഞ്ഞുങ്ങൾ, അതുപോലെ നമ്മൾ യങ്സ്റ്റേഴ്സാണ്, നമ്മൾ ആ രീതി പറയല്ല, പക്ഷെ ഒത്തിരി പേർക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അവരോട് എനിക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, നിനക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, മിനിസ്ട്രിയിൽ നിൽക്കുന്ന ഒത്തിരി യങ്സ്റ്റേഴ്സിന് ഇതുപോലെ നിൽക്കുന്ന ഒത്തിരി പേർക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ചിലപ്പോൾ ആൻസർ ചെയ്തോണം അല്ലെങ്കിൽ പറ്റത്തില്ല. സോ അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് വന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിക്കാം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ലിസണിങ് ആൻഡ് എൻജോയിങ് ദി സെക്യുലർ സോങ്സ് ആർ റൈറ്റ് ഓർ റോങ്. ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുടെ മനസ്സെന്നറിയാനായിട്ട് മനസ്സൊന്നറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓക്കെ. വളരെയധികം ശ്രദ്ധിച്ച് വളരെയധികം കെയർഫുൾ ആയിട്ട് പറഞ്ഞു. ഒരു കടയിൽ കയറി നിങ്ങൾ നല്ലൊരു ഷാർജ പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് വിട്ടിട്ട് ആ കടയിലെ ഷാർജ അടിപൊളിയാണെന്ന് പറയും. സോ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം റീൽസിൽ വരുന്ന ബീറ്റ്സ്, ആ ബീറ്റ്സ് തന്നെ ചില ഡിമോണിക് വർഷിപ്പേഴ്സിൽ യൂസ് ചെയ്യുന്ന, സേത്താനിക് വർഷിപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ബീറ്റ്സ് ആണ്. നിനക്ക് എത്രത്തോളം സ്ട്രഗിൾസ് വരുന്നുണ്ടോ, അപ്പം നീ ചിന്തിച്ചോണം, ആ സ്ട്രഗിൾസ് ഫേസ് ചെയ്യാൻ നീ കേപ്പബിൾ ആണ് ദൈവത്തിന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് ആ ഒരു സ്ട്രഗിൾസ് വരുന്നത്.